ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ഒരു റിക്വസ്റ്റഡ് ടോപ്പിക് തന്നെയാണ്. ആസ് ഓഫ്. ആസ് ഓഫ് എന്ന ഫ്രേസ് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്, എവിടെയാണ് ഉപയോഗിക്കുന്നത് എന്നാണ് നമ്മൾ ഇന്നത്തെ ലെസണിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആസ് ഓഫ് എന്നത് ഒരു യുണീക്ക് ആയിട്ടുള്ള ഫ്രേസാണ്. ഡിഫറെൻറ്റ് മീനിങ്സിൽ അത് ഉപയോഗിക്കാം. ആസ് ഓഫ് ടുഡേ, ആസ് ഓഫ് നൗ, ആസ് ഓഫ് എറ്റ് അങ്ങനെയൊക്കെ ഉപയോഗിക്കാം. നമുക്ക് അത് എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കുന്നത് എന്ന് നോക്കാം. ഇതിൻ്റെ മീനിങ്, ആസ് ഓഫ് എന്ന ആ ഒരു ഫ്രേസിൻ്റെ മീനിങ് അപ് ടു എ സ്പെസിഫിക് ടൈം, ഫ്രം എ സ്പെസിഫിക് ടൈം, സിൻസ് എ സ്പെസിഫിക് ടൈം അങ്ങനെയൊക്കെ ഉപയോഗിക്കാം. അപ്പോൾ ഒരു സ്പെസിഫിക് ടൈം അല്ലെങ്കിൽ ഒരു ഡേറ്റ്, വെൻ സംതിങ് ബിഗിൻസ് ഓർ എൻഡ്സ്, ഒരു കാര്യം തുടങ്ങുന്ന ദിവസം അല്ലെങ്കിൽ ഒരു കാര്യം അവസാനിക്കുന്ന ദിവസം അങ്ങനെയൊക്കെയുള്ള മീനിങ്സിൽ അത് ഉപയോഗിക്കാം. ആസ് ഓഫ് ഒരു പ്രസന്റ് ടെൻസിൻ്റെ കൂടെ ഒരു അൺസർട്ടനിറ്റി കാണിക്കുന്നതിന്, ഒരു ഉറപ്പില്ലായ്മ കാണിക്കുന്നതിന് ഉപയോഗിക്കാം. ഫോർ എക്സാമ്പിൾ, ആസ് ഓഫ് ടുഡേ ഐ ആം വർക്കിംഗ് ആസ് എ മാനേജർ ഇൻ എ കമ്പനി. ഇന്ന് വരേക്കും ഞാൻ ഒരു കമ്പനിയുടെ മാനേജറായിട്ട് വർക്ക് ചെയ്യുകയാണ്. ആസ് ഓഫ് ടുഡേ ഇന്ന് വരേക്കും. അതല്ലെങ്കിൽ ആസ് ഓഫ് നൗ ഐ ആം വർക്കിംഗ് ആസ് എ മാനേജർ ഇൻ എ കമ്പനി. ഒരു കമ്പനിയിൽ മാനേജറായിട്ടാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. ഇന്ന് വരെ അത് കറക്റ്റാണ്. ഇനി നാളത്തെ കാര്യം ഉറപ്പില്ല. ഇപ്പോൾ പല ആളുകളുണ്ട്, നല്ല പൊസിഷന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഇന്ന് വരേക്കും, അപ്പോൾ കിട്ടിയാൽ വേറെ ജോലി കിട്ടുമ്പോൾ അവിടേക്ക് പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു അൺസർട്ടൻ ആണ്. ആസ് ഓഫ് ടുഡേ ഐ ആം വർക്കിംഗ് ആസ് എ മാനേജർ ഇൻ എ കമ്പനി. ഇന്ന് വരെയുള്ള കാര്യം പറയുകയാണെങ്കിൽ ഇന്ന് വരേക്കും, ഇതുവരേക്കും, ഇപ്പോൾ വരേക്കും. ആസ് ഓഫ് നൗ ഇപ്പോൾ വരേക്കും. ആസ് ഓഫ് ടുഡേ ഇന്ന് വരേക്കും. ഇപ്പോൾ നാളെ വേറെ കമ്പനിയിൽ ജോയിൻ ചെയ്യുമായിരിക്കും. അപ്പോൾ അതൊരു അൺസർട്ടൻ ആയിട്ടുള്ള കണ്ടീഷനാണ്. ഇനി ആസ് ഓഫ് ടുഡേ അതിൻ്റെ ഒപ്പം നമുക്ക് ഒരു പ്രസൻറ്റ് സിമ്പിൾ ടെൻസ് ഉപയോഗിക്കാം. ആസ് ഓഫ് ടുഡേ ദർ ഇസ് നോ സ്പെസിഫിക് ഡ്രഗ് ഫോർ ദിസ് വൈറസ്. ഈ ഒരു വൈറസിന് സ്പെസിഫിക് ആയിട്ട് വളരെ കൃത്യമായ ഒരു ഡ്രഗ്, ഒരു മരുന്ന്, നോ ഡ്രഗ് ഇതുവരെ ഇല്ല. ആസ് ഓഫ് ടുഡേ ഇന്ന് വരെ ഇല്ല. നാളെ വേണമെങ്കിൽ പുതിയത് കണ്ടുപിടിക്കുമായിരിക്കാം. വേറെ ഒരു ഡ്രഗ്, വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഡ്രഗ് കണ്ടുപിടിക്കുമായിരിക്കാം. പക്ഷേ ആസ് ഓഫ് ടുഡേ ദർ ഈസ് നോ സ്പെസിഫിക് ഡ്രഗ് ഫോർ ദിസ് വൈറസ്. ആസ് ഓഫ് ടുഡേ ഇന്നു വരേക്കും. ആസ് ഓഫ് 15th April the company's net worth is $60 billion. ആസ് ഓഫ് 15th April എന്ന് പറയുമ്പോൾ 15th April എന്നത് ഒരു ഡേറ്റ് ആണ്. അപ്പോൾ അവിടെ നമുക്ക് ആ ഡേറ്റിൽ നോക്കുകയാണെങ്കിൽ അതുവരേക്കും ആ ഒരു കണക്ക്, അന്നത്തെ ആ ഒരു കണക്ക് നോക്കുകയാണെങ്കിൽ 15th April $60 billion ആണ് ആ കമ്പനിയുടെ നെറ്റ് വർത്ത്. ആസ് ഓഫ് 15th April. അപ്പോൾ ഇവിടെ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഡേറ്റ് ആണ്. ദാറ്റ് റൂൾ enters into force as of 1st January 2022. 2022 January 1st ആ റൂൾ പ്രാബല്യത്തിൽ വരുന്നത്. ഇവിടെ അതിൻ്റെ മീനിങ് ഫ്രം എന്നാണ്. ആ ഒരു ഡേറ്റ് മുതലാണ്. ദാറ്റ് റൂൾ എൻറ്റേഴ്സ് ഇൻ ടു ഫോഴ്സ് ആസ് ഓഫ് 1st January 2022. 2022 January 1st മുതൽക്കാണ് ആ റൂൾ പ്രാബല്യത്തിൽ വരുന്നത്. അപ്പോൾ ഇവിടെ ആസ് ഓഫിന് ഫ്രം എന്നുള്ള മീനിങ് ആണ്. അന്ന് മുതൽക്കാണ് ഫ്രം. ഇനി നമുക്ക് ആസ് ഓഫ് കഴിഞ്ഞിട്ട് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കാം. അപ്പോൾ ഒരു അപ് ടു എ സ്പെസിഫിക് ടൈം അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് ഡേറ്റ്, അപ് ടു എന്നുള്ള ഒരു മീനിങ് ആണ് അവിടെ വരുന്നത്. നമുക്ക് നോക്കാം എക്സാമ്പിൾ. ആസ് ഓഫ് ടുഡേ ഹി ഹാസ് വൺ 2 Oscar അവാർഡ്സ്. ആസ് ഓഫ് ടുഡേ ഇന്ന് വരേക്കും 2 ഓസ്കാർ അവാർഡുകൾ അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. ആസ് ഓഫ് ടുഡേ ഹി ഹാസ് വൺ. അവിടെ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ് ഉപയോഗിക്കുന്നത്. ഇന്ന് വരേക്കും അത്രയാണ്, 2 ഓസ്കാർ അവാർഡ്സ് ആണ് കിട്ടിയിട്ടുള്ളത്. ആസ് ഓഫ് ടുഡേ വി ഹാവൻ ഫൗണ്ട് ഔട്ട് വാട്ട് ഹാപ്പൻ ടു ജോൺ. ആസ് ഓഫ് ടുഡേ ഇന്ന് വരേക്കും ജോണിന് എന്ത് സംഭവിച്ചു എന്നത് ഇന്ന് വരേക്കും
We haven't found out. We haven't. നമ്മൾ ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. As of today, we haven't found out what happened to John. ജോണിന് എന്ത് സംഭവിച്ചു എന്ന് ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. അവിടെയും പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി ആസ് ഓഫിന്റെ കൂടെ നമുക്ക് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കാം. അവിടെ മീനിങ് വരുന്നത് സിൻസ് എന്നായിരിക്കും. നോക്കാം നമുക്ക്. എക്സാമ്പിൾ: ദ കോൺട്രാക്ട് ഹാസ് ബീൻ ഇഫക്റ്റീവ് ആസ് ഓഫ് 1st August 2018. 2018 ഓഗസ്റ്റ് 1st മുതലാണ് ആ ഒരു കോൺട്രാക്ട് ഇഫക്റ്റീവ് ആയി തുടങ്ങിയത്. ഇഫക്റ്റീവ് ആയിക്കൊണ്ടിരിക്കുന്നു, ഇപ്പോഴും അങ്ങനെയാണ്. അന്നു മുതൽ ആണ്, സിൻസ് എന്നുള്ള മീനിങ് ആണ് ഇവിടെ. ദ കോൺട്രാക്ട് ഹാസ് ബീൻ ഇഫക്റ്റീവ് ആസ് ഓഫ് 1st August 2018. ഇനി നമുക്ക് ആസ് ഓഫിൻ്റെ കൂടെ ഒരു ഫ്യൂച്ചർ ടെൻസ് ഉപയോഗിക്കാം. അവിടെ മീനിങ് വരുന്നത് ഫ്രം എന്നുള്ള മീനിങ് ആയിരിക്കും. ആസ് ഓഫ് 15th December, applications without a demand draft will be rejected. Will be rejected. അവിടെ നമ്മൾ ഫ്യൂച്ചർ ടെൻസ് ആണ് ഉപയോഗിക്കുന്നത്. ആസ് ഓഫ് 15th August 2022, all applications without a demand draft will be rejected. ഡിമാൻഡ് ഡ്രാഫ്റ്റ് ഇല്ലാത്ത ആപ്ലിക്കേഷൻസ് എല്ലാം 15th August 2022 മുതൽ റിജക്റ്റ് ചെയ്യപ്പെടും. ആസ് ഓഫ്, അപ്പം അന്ന് മുതൽ എന്നുള്ള ഒരു മീനിങ് ആണ്. ഇനി ആസ് ഓഫ് യെറ്റ്. ആസ് ഓഫ് യെറ്റ് എന്നത് ഉപയോഗിക്കുന്നത് യെറ്റ് എന്ന ഒരു മീനിങ്ങിൽ തന്നെയാണ്. ആസ് യെറ്റ് എന്ന് പറയാം, അല്ലെങ്കിൽ ആസ് ഓഫ് യെറ്റ് എന്നും പറയാം. ആസ് യെറ്റ് ദർ ഇസ് നോ ക്ലൂ എബൌട്ട് ദ തീഫ്. ഇതുവരേക്കും ഒരു ക്ലൂവും തീഫിനെ പറ്റി, കള്ളനെ പറ്റി ഇല്ല. ആസ് യെറ്റ് ദർ ഇസ് നോ ക്ലൂ എബൌട്ട് ദ തീഫ്. അതല്ലെങ്കിൽ ദർ ഇസ് നോ ക്ലൂ എബൌട്ട് ദ തീഫ് ആസ് യെറ്റ് എന്നും പറയാം. ആസ് യെറ്റ് അല്ലെങ്കിൽ യെറ്റ്, അതും അല്ലെങ്കിൽ ആസ് ഓഫ് യെറ്റ്, എല്ലാം സെയിം മീനിങ് തന്നെയാണ്. ആസ് യെറ്റ് ഐ ഹാവൻറ്റ് റെഡ് ദ കോൺട്രാക്റ്റ്. ഞാൻ ആ കോൺട്രാക്റ്റ് ഇതുവരേക്കും വായിച്ചിട്ടില്ല. ആസ് യെറ്റ് ഐ ഹാവൻറ്റ് റെഡ് ദ കോൺട്രാക്റ്റ് ആസ് യെറ്റ്. അപ്പോൾ ആസ് ഓഫ് എന്നുള്ള ഒരു ഫ്രേസിൻ്റെ മീനിങ് അതെവിടെ ഉപയോഗിക്കും, എങ്ങനെ ഉപയോഗിക്കും എന്നൊക്കെ മനസ്സിലായിട്ടുണ്ടാകും എന്ന് കരുതുന്നു.